ഇന്ത്യൻ സിനിമാ ലോകത്തെ പല റെക്കോർഡുകളും തകർക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ലോകവ്യാപക റിലീസായി മലയാളത്തിന്റെ എമ്പുരാൻ സ്ക്രീനിലെത്തുന്നത്. പൃഥ്വിരാജും സംഘവും 3 വർഷമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് എമ്പുരാൻ. പോസ്റ്ററുകൾ മുതൽ ഓരോ പുതിയ വിവരങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റായി പടർന്ന എമ്പുരാൻ തികച്ചും വ്യത്യസ്തമായ മാർക്കറ്റിംഗ് രീതികളാണ് അവതരിപ്പിച്ചത്. എന്നാൽ മാർക്കറ്റിംഗിൽ ഉദ്ദേശിച്ച രീതിയിൽ പൂർണ്ണമായി ചെയ്തു തീർക്കാനായില്ലെന്ന് പൃഥ്വിരാജ് പറയുന്നു. സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട്. അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളുണ്ടായിരുന്നു. നമുക്കൊരു പക്ഷേ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ക്രീനുകളിലും എമ്പുരാൻ കളിക്കും. ലോകവ്യാപകമായി ആകെ എത്ര സ്ക്രീനുകളിലെന്ന് അണിയറ പ്രവർത്തകർക്ക് പോലും കൃത്യമായി പറയാനാകാത്ത സീൻ. ലൂസിഫർ കാണാത്തവർക്കും എമ്പുരാൻ നന്നായി ആസ്വദിക്കാമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇത്രയും നാളുകളായി എമ്പുരാനെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് മോഹൻലാലിന്റെ വാക്കുകൾ. എമ്പുരാന്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേർഡ് പാർട്ടുണ്ട്. അത് എമ്പുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും. കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പലരും ചോദിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ്. ഞങ്ങൾ പറയുന്നില്ല. കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിൻ്റെ മേക്കിങ്ങിലാണ്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞ വലിയ സിനിമയാവില്ല. മലയാളത്തിന്റെ ബ്രാൻഡിംഗ് ആയ ചിത്രം മാറുമെന്ന് മഞ്ജു വാര്യർ. ലൂസിഫർ എന്ന സിനിമ പോലെ അതിനേക്കാളേറെ എമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് നിലവിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളല്ലെന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. നിർമ്മാണ ചെലവ് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത എമ്പുരാൻ തിയേറ്ററുകൾക്കും ചലച്ചിത്ര മേഖലയ്ക്കും ചാകരയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.